ഒരു വളരെ സ്വീറ്റ് ആയിട്ടുള്ളൊരു ഡിഷായിട്ടാണ്. ഡിഷ് എന്നല്ല, ഒരു അടിപൊളി ഡെസേർട്ടായിട്ടാണ് ഇത്. നമ്മൾ ഈ ഒരു ഡെസേർട്ട് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ, ഒരു കേക്ക് തിന്നുന്ന അതേ ഫീലിൽ നമ്മൾക്ക് ഇത് ലഭിക്കും. അപ്പോൾ ഇതെന്താ വെച്ചാൽ നമുക്ക് ആർക്ക് വേണമെങ്കിലും ഇത് ഉണ്ടാക്കാം. എന്ന് വെച്ചാൽ കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും വളരെ ഈസി ആയിട്ട് 3-4 മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്കിത് ഉണ്ടാക്കാം. അതാണ് കേട്ടോ ഇതിൻ്റെ കൂടുതലായിട്ടുള്ളൊരു പ്രത്യേകത. അതേപോലെ വളരെ ടേസ്റ്റിയാണ്, വായിലിട്ട് അലിഞ്ഞു പോകുമെന്നും പറയാം. പിന്നെ ഇത് പല പേരിലും അറിയപ്പെടുന്നല്ല, പല പേരിലും നമുക്ക് വിളിക്കാം. കേക്ക് എന്നോ പിന്നെ പുഡിംഗ് എന്നോ ഡെസേർട്ട് എന്നോ അങ്ങനെ പല പേരിലും അറിയപ്പെടുന്ന ഒരു ഡെസേർട്ടും കൂടിയാണിത്. അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, നിങ്ങൾ വീഡിയോ കണ്ട് തന്നെ നോക്കൂ. വീഡിയോ ഫ്രണ്ട്സ്, അപ്പോൾ ഇതിന് ആദ്യം വേണ്ടത് ഇതിൻ്റെ ബേസാണ്. ഇതിൻ്റെ ബേസ് ഉണ്ടാക്കുന്നത് നമ്മൾ പഞ്ചസാര വെച്ചിട്ടാണ്. അപ്പോൾ ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ട് ഒന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര ആഡ് ചെയ്യാം. ലോ ഫ്ലെയിമിലാണ് ഇത് ചെയ്യേണ്ടത്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇതിലേക്ക് വെള്ളം ഒഴിക്കാൻ പാടില്ല കേട്ടോ. ഇതുപോലെ ബ്രൗൺ കളറായി വന്നതിന് ശേഷം ഇതിലേക്ക് 1 കഷ്ണം ബട്ടർ ആഡ് ചെയ്യാം. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ ബട്ടറൊക്കെ നന്നായി അലിഞ്ഞു വരണേ. നമ്മുടെ ഷുഗറും ബട്ടറും നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം വിപ്പിംഗ് ക്രീം ആഡ് ചെയ്യാം. 1/4 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ വിപ്പിംഗ് ക്രീം ആഡ് ചെയ്യുന്നത് എന്തിനാണെന്നറിയോ? ഇതിനൊരു ടേസ്റ്റ് കിട്ടാനാണ്. നിങ്ങളുടെ അടുത്ത് വിപ്പിംഗ് ക്രീം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പാലോ കോക്കനട്ട് മിൽക്കോ കണ്ടൻസ് മിൽക്കോ അങ്ങനെ എന്ത് വേണേലും ചേർക്കാം. പക്ഷേ നമ്മുടെ ഈ ഒരു വിപ്പിംഗ് ക്രീം ചേർത്താൽ ഇതിന് നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഞാനിവിടെ 4 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അരികൊക്കെ കട്ട് ചെയ്ത് ഇതുപോലെ പീസുകളാക്കി എടുക്കാം. നമ്മുടെ കാരമൽ ബേസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ബ്രെഡിനെ ഇതിൽ ഡിപ്പ് ചെയ്തെടുക്കാം. നന്നായി ഡിപ്പ് ചെയ്തെടുക്കണം കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ബ്രെഡിനെ ബേസിലിട്ട് നന്നായി കുളിപ്പിച്ച് സുന്ദരനാക്കി ഇവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മുടെ ബേസ് നമ്മൾ ചൂടാക്കുമ്പോൾ കൂടുതൽ ചൂടാക്കാൻ പാടില്ല. അപ്പോൾ നമ്മുടെ ഈ ഒരു പഞ്ചസാര കരിഞ്ഞു പോവും. കരിഞ്ഞു പോയാൽ നമ്മുടെ ഈ ഒരു ബ്രെഡിൻ്റെ ടേസ്റ്റ് അല്ല, നമ്മൾ ഡിപ്പ് ചെയ്തെടുക്കുമ്പോൾ ബ്രെഡിൻ്റെ ടേസ്റ്റ് ആകായിട്ട് മാറും. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമ്മൾ ഇവിടെ ഒരു വിപ്പിംഗ് ക്രീം എടുത്ത് വെച്ചിട്ടുണ്ട്. വിപ്പിംഗ് ക്രീം നന്നായി ബീറ്റ് ചെയ്തതാട്ടോ, നല്ല കട്ടായിട്ടിരിക്കുന്നുണ്ട്. പിന്നെ ഫ്രണ്ട്സ്, 1/4 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി നമ്മുടെ ഈ ഒരു ബ്രെഡിന്മേൽ കാരമലൊക്കെ ആക്കി മുക്കി ഇവിടെ വെച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ മേലേക്ക് നമ്മൾ ഈ ഒരു വിപ്പിംഗ് ക്രീം ഒന്ന് സെറ്റാക്കി കൊടുക്കണം. പിന്നെ ഇത് കേക്കിലൊക്കെ ചെയ്യുന്ന പോലെ ഇതിൻ്റെ മേലെ നന്നായി അപ്ലൈ ചെയ്യാണ് കേട്ടോ വേണ്ടത്. ഫ്രണ്ട്സ്, നിങ്ങൾ എൻ്റെ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ചെയ്യണം. പിന്നെ എന്തായാലും ലൈക്ക് ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങളുടെ കുടുംബങ്ങൾക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കും ചെയ്യാം. പിന്നെ ഫ്രണ്ട്സ്, നമ്മുടെ വിപ്പിംഗ് ക്രീമൊക്കെ ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ബേസ് ഉണ്ടാക്കിയില്ലേ, അപ്പോൾ ആ ബേസ് ഉണ്ടാക്കിയപ്പോൾ ബാക്കിയുള്ളത് നമ്മൾക്ക് ഇതിൻ്റെ മേലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ആക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ കുറച്ച് നട്ട്സും കൂടി ഒന്ന് ആഡ് ചെയ്യാം. നമ്മുടെ കേക്ക് അല്ല, പുഡിംഗ് അല്ല, ഡെസേർട്ടും അല്ല, പിന്നെന്താ, അത് തന്നെ. അപ്പൊ നമ്മുടെ അതന്നെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റും. അതുപോലെ കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടമായിട്ടത്. ഇത് അത്ര ടേസ്റ്റിയാണ്. പിന്നെ ഉണ്ടല്ലോ, നിങ്ങളിത് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചിട്ട് തിന്നാൻ പാടുള്ളൂ. അപ്പോൾ ഉണ്ടല്ലോ എന്താണെന്നറിയാം, ഇതിൻ്റെ ആ ടേസ്റ്റ് അപ്പോഴേ ഒന്ന് വരുള്ളൂ.
അപ്പോൾ ഇത് നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ വീട്ടിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ വളരെ ഈസി ആയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളതാണല്ലോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ വീണ്ടും ഇതേപോലെ ഒരു അടിപൊളി വിഭവങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരും. അതുവരേക്കും ബൈ.